ലഹരി എന്ന മാരക വിപത്തിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ ന്യൂ ഇന്ത്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ലഹരി മയക്കുന്ന കൗമാരങ്ങൾ വേണ്ട ലഹരി എന്ന വിഷയത്തെ ആസ്പദമാക്കി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് ശ്രീ സുഭാഷ് അധ്യക്ഷത വഹിക്കുകയും ശ്രീമതി ബിന്ദുകല ടീച്ചർ സ്വാഗതം പറയുകയും ചെയ്തു. ഇതിന്റെ ഉദ്ഘാടന കർമ്മം SCERT മുൻ ഡയറക്ടർ പ്രൊഫസർ KM ഹാഷിം നിർവഹിച്ചു. ലഹരിക്കടിമപ്പെട്ട് ജീവിതം മാറിമറിഞ്ഞ ഒരുപാട് പേരുടെ കാര്യങ്ങൾ അദ്ദേഹം വേദിയിൽ പങ്കുവച്ചു. തിരുവനന്തപുരം എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ VG സുനിൽകുമാറാണ് ക്ലാസ് നയിച്ചത്. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്ത ലഹരിയാകുന്ന തീഗോളങ്ങൾ വിഴുങ്ങിയ പലരുടെയും ജീവിതങ്ങൾ അദ്ദേഹം എല്ലാവരുടെയും മുന്നിൽ തുറന്നുകാട്ടി. കൂടാതെ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലുകയും ഏവരും അതേറ്റു ചൊല്ലുകയും ചെയ്തു. നോവലിസ്റ്റും ആകാശവാണി അനൗൺസറും അവാർഡ് ജേതാവുമായ ശ്രീമതി പ്രേം സുജ വിശിഷ്ട അതിഥിയായി എത്തുകയും കുട്ടികളുമായി സംവദിക്കുകയും ചെയ്തു. കൂടാതെ സാമൂഹ്യ പ്രവർത്തകയായ ശ്രീമതി ബിന്ദു കമലൻ, കാവ്യാട് സാംസ്കാരിക കേന്ദ്രം ഭാരവാഹികളായ ശ്രീ അനിൽകുമാർ, ശ്രീ വേണുഗോപാൽ എന്നിവർ കുട്ടികൾക്ക് ആശംസകൾ അറിയിച്ചു. ശ്രീമതി സുജ ടീച്ചർ ഏവർക്കും കൃതജ്ഞത അറിയിക്കുകയും ചെയ്തു. സമാധാനപൂർണവും സ്നേഹനിർഭരവും ആരോഗ്യമുള്ളതുമായ ഒരു തലമുറ വളർന്നുവരാൻ ലഹരി എന്ന വിപത്തിനെ വേരോടെ പിഴുതെറിയാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന ചിന്തയോടെയാണ് ഏവരും പിരിഞ്ഞത്. അപ്പൊ ഇപ്പൊ നമ്മുടെ ഈ കാവ്യാട് ദിവാകര പണിക്കർ സാംസ്കാരിക കേന്ദ്രവും നമ്മളുമായിട്ട് ഈ വർഷത്തെ ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്റെ. മദ്യവും മയക്കുമരുന്നുമായുള്ള സാധനങ്ങളുടെ വിൽപ്പന നടക്കുന്നു ഇന്ന് കേരളത്തിൽ. ഇത് വെറുതെയല്ല, ഇത് ഗവൺമെന്റ് നേരത്തെ പ്രസിദ്ധീകരിച്ചതാണ്. ചിലപ്പോൾ സാർ പറയുമായിരിക്കും. ടീച്ചർ എന്നോടൊന്ന് പറഞ്ഞതാണ്, അവരെ ക്ലാസ്സിൽ അംഗൻവാടി പഠിക്കുന്ന കുട്ടികൾ എത്രയുണ്ട്? കൊച്ചുകുട്ടികളല്ലേ. അവർ ക്ലാസ്സിലോട്ട് ചെന്നപ്പോൾ ഒരു പയ്യൻ ആരോ വലിച്ചിട്ടിട്ട് പോയ ഒരു സിഗരറ്റ് കുറ്റി, കത്തിച്ചിട്ടില്ല, അണഞ്ഞ ഒരു സിഗരറ്റ് കുറ്റി എടുത്തു വെച്ച് കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനെ വലിച്ച് കാണിക്കുകയാണ്. എന്നിട്ടിങ്ങനെ പുക ഊതി, ഒരു പുകയില്ല, ആരോ വലിച്ചിട്ടിട്ട് പോയതാണ്. അംഗൻവാടി ടീച്ചർ എന്നോട് പറഞ്ഞതാണ്. അപ്പൊ ആ പയ്യൻ ഇങ്ങനെ കാണിക്കുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന മറ്റ് അംഗൻവാടി സ്റ്റുഡൻസ് എല്ലാം അതുപോലെ ചുമ്മാ ഇങ്ങനെയൊക്കെ കാണിക്കുകയാണ്, അവൻ കാണിക്കുന്നത് അംഗീകരിക്കുകയാണ്. അപ്പൊ ഈ ടീച്ചർ ഇതെന്താണ് എവിടെ നിന്നാണെന്ന് അന്വേഷിക്കാൻ വേണ്ടി അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് വേറെ ആരെയല്ല മകൻ അനുകരിച്ചത്, സ്വന്തം അച്ഛനെ തന്നെ. രാവിലെ മകനെയും മടിയിലെടുത്തിരുത്തി അമ്മ കാര്യം കൊടുത്ത ചായയും കുടിച്ച് പത്രവും വായിച്ചിട്ട് സിഗരറ്റ് ഇങ്ങനെ ഊതി വിട്ട് പുകയൊക്കെ ഇങ്ങനെ ഗോളങ്ങളിലേക്ക് വിട്ടിട്ട് ഇരിക്കുമ്പോൾ വലിച്ചിട്ട് അദ്ദേഹത്തിന്റെ പണിക്ക് പോകും. മകൻ ഇത് കണ്ടിട്ട് അച്ഛനെ അനുകരിക്കുകയാണ്. ചെന്ന് അണഞ്ഞു വീഴുന്ന സിഗരറ്റിനെ എടുത്തിട്ട് മകൻ ഇങ്ങനെ കാണിക്കുന്നത് ക്ലാസ്സിൽ കൊണ്ടുവന്ന് കാണിച്ചു. ഈ ടീച്ചറിന് മനസ്സിലായ കാര്യമോ, നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും നമ്മുടെ മക്കൾ അനുകരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇന്ന് ലഹരി പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ, നമ്മുടെ സ്കൂൾ കുട്ടികളെ നശിപ്പിക്കുന്ന ഈ തരത്തിലുള്ള ലഹരി ഇന്ന് കൂടുതലായി പ്രത്യേകിച്ച് യുവതി യുവാക്കൾ. നിങ്ങൾ ഈ അടുത്ത കാലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, കോട്ടഗിൽ സ്കൂളിലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി വീട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ച ഒരു സംഭവം പത്രങ്ങളൊക്കെ വായിച്ചാണ്. ഒരു വർഷം അടുപ്പിച്ചായിരുന്നു. ആ സ്കൂളിൽ സ്ഥിരമായിട്ട് ഞാൻ പോകാറുണ്ട്, അവിടെ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്, അവിടെ മറ്റ് വൃത്തി പ്രവർത്തനങ്ങളായിട്ട് ഞാൻ പോകാറുണ്ട്. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയുന്നത് ഒരു പോലീസുകാരൻ്റെ PMGയിലുള്ള കോട്ടേഴ്സിൽ താമസിക്കുന്ന ഒരു പോലീസുകാരൻ്റെ മകളാണ്. 8ാം ക്ലാസ് വിദ്യാർത്ഥിനി, ക്ലാസ്സിൽ നല്ല പഠിക്കുന്ന കുട്ടിയാണ്, നല്ല അവിടുത്തെ ക്ലാസ് ലീഡറാണ്. ആ കുട്ടി എങ്ങനെ മരണപ്പെട്ടു, അവസാനം നിങ്ങൾ ആരെങ്കിലും അതിനെ കുറിച്ച് ബാക്കി കാര്യങ്ങൾ അറിയുന്നത്, കുട്ടി കുഴഞ്ഞു വീണ് മരിച്ചു. കോമ സ്റ്റേജിൽ ആ കുട്ടി രണ്ടാഴ്ചയോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു, ICUവിലേക്ക്. അവസാനം ഇതിന്റെ റിസൾട്ട് വന്നപ്പോഴാണ്, അതിന്റെ മരണകാരണത്തിന്റെ റിസൾട്ട് വന്നപ്പോൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. പുറം ലോകം അറിഞ്ഞൊന്നും എനിക്ക് അറിയത്തില്ല. ഈ കുട്ടി ലൈംഗികപരമായി ഉപദ്രവിക്കപ്പെട്ടിരിക്കുന്നു, പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്ക് ഇരയായിരിക്കുന്നു. എന്റെ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി അമിതമായി അവളുടെ ശരീരത്തിൽ ലഹരി മരുന്നുകൾ ചെന്നിരിക്കുന്നു. ക്ലാസ്സിൽ നല്ല പഠിക്കാൻ മിടുക്കിയായ കുട്ടി, ക്ലാസ് ലീഡറായ ഈ പെൺകുട്ടിക്ക് ഏതോ ഒരു അവസ്ഥയിൽ ഞാൻ പറഞ്ഞതുപോലെ കൂട്ടുകാരുടെ നിർബന്ധം മൂലമോ അനുകരണം മൂലമോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് ഈ കുട്ടിയെ പ്രലോഭിപ്പിച്ച് കൊടുത്തിട്ട് അവളുടെ ശരീരത്തിൽ അമിതമായ ലഹരി മരുന്നുകൾ എത്തിച്ച് അവൾ അബോധാവസ്ഥയിലായി കുളിമുറിക്കകത്ത് തലയ്ക്ക് പ്രശ്നം വന്ന് വീഴുന്ന തല പൊട്ടി വീഴുന്നതിന് ശേഷമാണ് അച്ഛനമ്മമാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് ഈ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അറിയുന്നത്. അമിതമായ ലഹരി ഉള്ളിൽ ചെന്ന ശേഷം ഈ പെൺകുട്ടി
പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്താണ്. പിന്നെ ലൈംഗികപരമായി ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. ആലോചിച്ച് നോക്കൂ, ഇത് ചെന്നെത്തിക്കുന്നത് നമ്മുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ ഒരിക്കൽ പോലും ആരെങ്കിലും എന്തെങ്കിലും കൊണ്ട് തന്നാൽ സേ നോ ടു ഡ്രഗ്സ്, നമുക്കിത് വേണ്ട എന്ന് തന്നെ നമ്മൾ പറഞ്ഞു പഠിക്കുക. എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയും. ഒരു 1.5 വർഷത്തിന് മുമ്പേ ഒരു അമ്മ, വട്ടിയൂർക്കാവിലുള്ള ഒരു അമ്മ എന്നെ വിളിക്കുമായിരുന്നു, സാറേ എൻ്റെ മകനെ ഒന്ന് പിടിച്ചുകൊണ്ട് പോകാമോ? ഏതെങ്കിലും അച്ഛനമ്മമാർ സ്വന്തം മകനെ യൂണിഫോം ഇട്ട ഒരു എക്സൈസ് ഇൻസ്പെക്ടറോ സബ് ഇൻസ്പെക്ടറോ സ്വന്തം മകനെ പിടിച്ചുകൊണ്ട് പോകാൻ പറയും? കൂട്ടുകാരെ, ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി ന്യൂ ഇന്ത്യ സ്കൂളും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായി. പ്ലക്കാർഡുകളും പോസ്റ്ററുകളും കുട്ടികൾ തയ്യാറാക്കിക്കൊണ്ടുവന്നതിനോടൊപ്പം ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു. സ്കിറ്റുകളും ഗാനങ്ങളും അടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറിയ പ്രസ്തുത ചടങ്ങിൽ അധ്യാപകർ ലഹരി വിരുദ്ധ സന്ദേശം നൽകുകയുണ്ടായി. Thank you.